ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാർട്ട് സ്ലൈഡർ കാർഡാണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കാർഡാണ്. ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് കാർഡാണ്. അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പർ വേണം. മെഷർമെൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ 2 സെൻറ്റിമീറ്റർ അളവിൽ 2 പോയിൻറ്റുകൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ 2 പോയിൻറ്റുകളും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ അടുത്ത സൈഡിലും 1 സെൻറ്റിമീറ്റർ അളവിലും ഇതുപോലെ ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ 2 ലൈൻസിലും 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അളവിൽ ഓരോ പോയിൻറ്റുകൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം അത് രണ്ടും ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 1 സെൻറ്റിമീറ്ററുള്ള ഭാഗത്തേക്ക് നമുക്കൊരു ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തെർമോക്കോൾ ഷീറ്റൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫാണ്. അതും അതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ കാർഡ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് 12 × 2 സെൻറ്റിമീറ്ററിൽ മറ്റൊരു ചാർട്ടും കൂടി ആവശ്യമുണ്ട്. അതുപോലെ ഗ്ലിറ്റർ ഷീറ്റിൽ ഞാനൊരു ഹാർട്ട് ഷേപ്പും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഗ്ലിറ്റർ ഷീറ്റിനെ 2 പീസായി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള കാർഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പീസ് നമ്മൾ രണ്ടാമത് എടുത്തിട്ടുള്ള ചാർട്ടിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുൻപ് പെൻസിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക. കാർഡിൻ്റെ സൈഡിലൊക്കെ ഗ്ലൂ ആവുകയാണെങ്കിൽ നമുക്കത് സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതവിടെ സ്റ്റിക്കായി നിൽക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അടുത്തായിട്ട് ഞാനിവിടെ 11 × 5 സെൻറ്റിമീറ്റർ ഒരു വൈറ്റ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് കാർഡിൻ്റെ ബാക്ക് സൈഡിൽ അത് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ വൈറ്റ് ചാർട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു റെഡ് കളർ ചാർട്ടും കൂടി വൈറ്റ് ചാർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹാർട്ട് സ്ലൈഡറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മെസ്സേജ് എഴുതി കൊടുക്കാം. ഇഷ്ടമുള്ള മെസ്സേജ് എഴുതാം കേട്ടോ. ഞാൻ ആദ്യം പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അതിനുശേഷം CD മാർക്കർ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വർക്ക് ഏകദേശം ഫിനിഷായി. ഇനി ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. നമ്മുടെ ചാർട്ടിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പെൻസിൽ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.